ഹലോ എക്സാമിനർ +1 ഫാമിലി. അപ്പോൾ മക്കളെ, നമ്മുടെ 20 ഡേ സ്റ്റഡി ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് 7 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന, ഒരാഴ്ച നമ്മൾ കംപ്ലീറ്റ് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങളെല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യേണ്ടത്, ഈ ഒരു 20 ഡേയ്സ് ചാലഞ്ചിൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ എത്ര ദിവസങ്ങൾ ആ ചാലഞ്ചിൽ നിങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ്. അതൊരു പക്ഷേ 7 ദിവസം തന്നെ ആയിരിക്കാം. ഇൻ കേസ് ആ കേസിലാണ് നിങ്ങൾ വേറെ ലെവലാണ്, ഒരു സംശയമില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും മുഴുവൻ മാർക്ക് തന്നെ നേടിയെടുക്കാൻ കഴിവുള്ളവരും ഡിറ്റർമിനേഷൻ ഉള്ളവരാണ്, ഒരു സംശയമില്ല. അതേസമയം ചിലപ്പം 6 ദിവസമായിരിക്കും ചിലവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ, 5ഉം 4ഉം ഒക്കെ വരാം. എന്താണെങ്കിലും ആ നമ്പർ വളരെ ഓണസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയുള്ള സമയം, ഇനിയുള്ള ദിവസങ്ങൾ ഈ ചാലഞ്ചിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് മക്കളെ. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ 7 ദിവസത്തിൽ ഒരു 2 ദിവസം പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ല പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ സമയമായിട്ടില്ല. ഓക്കെ, നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അയ്യോ 2 ദിവസം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇനിയിപ്പോൾ ഞാൻ ഇതിൽ പങ്കെടുത്തിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കുന്നതിന് മുൻപ്, നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണാം. കാരണം ഇനിയുള്ള സമയം എങ്ങനെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് വിത്ത് റെസ്പെക്ട് ഓരോ സബ്ജക്ട്സ് എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. അതായത് മാത്സിൻ്റെ കേസിൽ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ ഈ 2 ചാപ്റ്റേഴ്സാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഒബ്വിയസ്ലി കുറേ ചാപ്റ്റേഴ്സ് കാണും. നിങ്ങളായിരിക്കും സാർ ഇതെങ്ങനെയാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. മക്കളെ, ഇതിൽ കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സെറ്റ്സും റിലേഷൻ ഫംഗ്ഷനൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം യൂട്യൂബിലൊക്കെ ലൈവ് എടുത്ത സബ്ജക്ട്സ് ആണ്, അല്ലെ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ലബ് ചെയ്തിട്ട് പെട്ടെന്നായിരിക്കും നമ്മൾ തീർക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തീർക്കാൻ സാധിക്കും. ഓക്കെ, മാത്സിൽ ഈ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി തീർത്താണ് നിൽക്കുന്നത്. കെമിസ്ട്രിയിൽ നമ്മൾ 1, 2 വീണ്ടും സ്ട്രക്ചർ ഓഫ് ആറ്റവും കെമിക്കൽ ബോണ്ടിങ്ങും, അതായത് ഡിഫിക്കൽട്ടായ നല്ല ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റേഴ്സ്. ഇതിൽ ഒരെണ്ണം കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തിയും കുറച്ച് വെറുപ്പിക്കൽ ചാപ്റ്റേഴ്സ്, അത് നമ്മൾ തീർന്നു കിട്ടി. പിന്നെ ഉള്ളത് ഈ 2 ചാപ്റ്റേഴ്സ് വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം ആണ് പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അതിൽ തന്നെ ഒരു ഗംഭീര ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ച് തീർത്തു. നിങ്ങളും പഠിച്ച് തീർത്തു എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. ഫിസിക്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ വർക്ക് എനർജി പവറും റൊട്ടേഷനാണ് തീർത്തത്. ഈ വീക്ക് നമ്മൾ ഗ്രാവിറ്റേഷനും കൂടെ തീർക്കുന്നതായിരിക്കും. അപ്പോൾ അതോടെ ഈ ബുദ്ധിമുട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് തീർന്നു കിട്ടി. പിന്നെ ലോസ് ഓഫ് മോഷൻ പ്ലെയിനൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലബ്ബ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് പെട്ടെന്ന് പഠിക്കാം. ഒരു ദിവസം കൊണ്ട് 2 ചാപ്റ്ററൊക്കെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ തീർക്കും, പേടിക്കണ്ട. ബയോളജിയിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ ഒരു ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുള്ളൂ. ബയോളജിയിൽ ഓബ്വിയസ്ലി നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ക്ലബ് ചെയ്തിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. കാരണം അല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും, നിങ്ങൾക്കും പഠിച്ച് തീർക്കാനില്ല, ഞങ്ങൾക്ക് പഠിപ്പിച്ച് തീർക്കാനും ലൈവിലൂടെ സമയം ഉണ്ടാവുക. ഓക്കെ, അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്ലാനോടെ ആയിരിക്കും മുന്നോട്ട് പോകുക. അത് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. കമ്പ്യൂട്ടർ സയൻസിൻ്റെയും നിങ്ങൾക്ക് വീഡിയോസ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എവിടെ എത്തി എന്നുള്ള കാര്യം. നിങ്ങൾക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ ശൈലാമിസ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഈ ആഴ്ച നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിന് ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ബയോമോളിക്യൂൾസ് ഇന്ന് നമ്മുടെ ATR മിസ് വന്നെടുക്കും. അതിനുശേഷം ഗ്രാവിറ്റേഷൻ നാളെ വരുന്നുണ്ട്, മറക്കരുത്. അപ്പോൾ ഗ്രാവിറ്റേഷൻ പലരും പഠിക്കാത്ത ചാപ്റ്ററാണ്. സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ കഷ്ടപ്പെടുത്താൻ കെൽപ്പുള്ളൊരു ചാപ്റ്ററാണ്. അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് 3rd ചാപ്റ്റർ കെമിസ്ട്രിയിൽ വരുന്നുണ്ട്. അതുപോലെ സെൽ സൈക്കിൾ വരുന്നുണ്ട്. സീക്വൻസ് ആൻഡ് സീരീസ് ആയിട്ട് അലൻസർ വരുന്നുണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സുമായിട്ട് നമ്മുടെ സ്വന്തം ദിൽഷാമിസ് വരുന്നുണ്ട്. സിമ്പിൾ ചാപ്റ്റർ, പെട്ടെന്ന് തീർക്കാം. ഓക്കെ, ഒരു അര ചാപ്റ്റർ ആയിട്ട് ആ ചാപ്റ്ററിനെ കൂട്ടാൻ പറ്റും കേട്ടോ, അല്ലെങ്കിൽ ഫുൾ ചാപ്റ്റർ ആയിട്ട് കൂട്ടാൻ പറ്റില്ല, പ്രത്യേകിച്ച് +1 സ്റ്റാൻഡേർഡിൽ. ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ട് നമ്മുടെ അർച്ചനാമിസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീക്കിൽ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും തീർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എക്സാമിനറി ചാലഞ്ചിൽ മുന്നോട്ട് പറപ്പിച്ച് വിടാൻ പോവുകയാണ്. ഇനി ഓൾറെഡി നന്നായിട്ട് ഫോളോ ചെയ്യുന്നവർ മക്കളെ കൺഗ്രാജുലേഷൻ, നിങ്ങൾ അടിപൊളിയായിട്ട് ഇന്ന് ലൈവ് വന്നിരിക്കുക. ഈ ലൈവുകളിലൊക്കെ പങ്കെടുക്കുക. 20 ഔട്ട് ഓഫ് 20 ആയിരിക്കണം നിങ്ങൾ 20 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു നമ്പർ. ഇനി സർ എനിക്കിതൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുള്ള മക്കളോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പം തന്നെ തോൽവി സമ്മതിക്കരുത്. അതിനുള്ള സമയമായിട്ടില്ല, ഇനിയും നമുക്ക് സമയമുണ്ട് ബാക്കി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു ഫ്രഷ് സ്റ്റാർട്ട് എടുക്കുക. ഓക്കെ, കഴിഞ്ഞ ആഴ്ച പോയി, എന്തുകൊണ്ടോ എനിക്ക് മോട്ടിവേഷൻ ഇല്ല, കൊളായി പോയി, പോട്ടെ. ഞാൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. 20 ഡേയ്സ് ചാലഞ്ച് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഞാൻ എന്താണ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് തീരുമാനിച്ച് ഇന്നത്തെ വൈകുന്നേരത്തെ ക്ലാസ്സിന് വന്നിരിക്കുക. അതുപോലെ നാളത്തെ ക്ലാസ്സിന് വന്നിരിക്കുക. എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് 12 ദിവസം ഈ 20 ഡേയ്സ് ചാലഞ്ചിൽ മാത്രം ബാക്കിയുണ്ട്. അതിനുശേഷം നമുക്ക് വേറെയും ചാലഞ്ചസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം 20 ഡേയ്സ് കൊണ്ട് ചാപ്റ്റേഴ്സ് മൊത്തം തീരില്ല.
എന്ന് മാത്രമല്ല അതിനുശേഷം നമുക്ക് സമയമുണ്ട് പരീക്ഷയ്ക്ക് വരെ. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ 12 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുള്ള തീരുമാനം എടുക്കുക. അതിൽ മാക്സിമം ദിവസങ്ങളും നിങ്ങളത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കൂടാതെ ഈ കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് ഞാൻ എങ്ങനെ തീർക്കും മക്കളെ, അതിനു വേണ്ടി നിങ്ങൾ എക്സ്ട്രാ സമയം കണ്ടെത്തണം. കാരണം കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് വീണ്ടും ലൈവിൽ വരും, ഇനി മാരത്തോണിൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷെ അത് ഫുള്ളായിട്ട് വരാനുള്ളൊരു സമയവും ഒരു സന്ദർഭവും ഇനി അങ്ങോട്ട് ക്രിസ്മസ് എക്സാമിന് മുൻപുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ബുദ്ധിപരമായിട്ട് എക്സ്ട്രാ സമയം ഉണ്ടാക്കി, പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ സമയം ഉണ്ടാക്കി നിങ്ങളത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർക്കുന്ന സമയം നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, 2 മണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫാസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ 2x ഇട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിപരമായിട്ടൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, മാക്സിമം എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾ തീരുമാനിച്ചാൽ, കാരണം ഇതൊക്കെ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ക്ലാസ്സസ് എടുത്തു തരിക, അത് ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, സ്റ്റഡി സ്ട്രാറ്റജി പറഞ്ഞു തരിക എന്ന് മാത്രമേ നമ്മൾ ടീച്ചേഴ്സിന് സാധിക്കുള്ളൂ അല്ലേ. ബാക്കി വർക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക, ഞങ്ങൾക്കല്ലല്ലോ. നിങ്ങൾക്കല്ലേ അതിൻ്റെ മാർക്ക് കിട്ടുന്നതിൻ്റെ ഗുണം എല്ലാം ഉണ്ടാവുക. അപ്പോൾ അതിന് എഫേർട്ട് ആരും എടുക്കണം, നിങ്ങൾ തന്നെ എടുക്കണം. അതിന് എത്രത്തോളം സഹായിക്കാൻ പറ്റുമോ, എത്രത്തോളം നിങ്ങളുടെ ആ പ്രോസസ്സ് ഈസി ആക്കി തരാൻ പറ്റുമോ അത് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള പണിയെടുക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് ഈ ഒരു ചാലഞ്ചിൽ നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, നിങ്ങൾ ഇനിയും വിട്ടുകൊടുക്കാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് 20 ഡേയ്സിൽ മാക്സിമം ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾ എനിക്ക് തീർച്ചയായും തരണം. നിങ്ങൾ ആ പ്രോമിസ് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, മുഴുവൻ മാർക്ക് നേടിത്തരാനുള്ള ആ പ്രോമിസ് ഞങ്ങളും കീപ്പ് ചെയ്യും. അത്രേ പറയാനുള്ളൂ. നമുക്ക് ലൈവിൽ കാണാൻ. ബൈ ബൈ.